ദേശീയ ഗെയിംസിൽ സജൻ പ്രകാശിന് ഹാട്രിക് മെഡൽ 200 മീറ്റർ വ്യക്തിഗത മെഡലിൽ ആണ് ഇന്ന് സജൻ വെള്ളി മെഡൽ നേടിയത്. മഹേഷ് പോലൂരുണ്ട് വിവരങ്ങൾ പങ്കുവയ്ക്കുവാനായി. മഹേഷ്, ഈ ദേശീയ ഗെയിംസിൽ ഒന്നടങ്കം തന്നെ സജന്റെ ഒരു മെഡൽ വേട്ടയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്താണ് ഇന്ന് സജന് മെഡൽ നേടിക്കൊടുത്ത വാർത്തയുടെ വിശദാംശം? അജി, ഇപ്പോൾ വ്യക്തിഗത മെഡലിയിൽ, അതായത് 200 മീറ്റർ വ്യക്തിഗത മെഡലിയിലാണ് സജൻ പ്രകാശ് വെള്ളി മെഡൽ നേടിയിരിക്കുന്നത്. ഇതോടെ ഈ ദേശീയ ഗെയിംസിൽ സജന്റെ മെഡൽ നേട്ടം 3ആയി. ഒരു സ്വർണവും ഒപ്പം തന്നെ മറ്റൊരു വെങ്കല മെഡലും ആദ്യ ദിനങ്ങളിൽ തന്നെ സജൻ സ്വന്തമാക്കിയിരുന്നു. ഇന്നത്തെ വെള്ളി മെഡൽ നേട്ടത്തോടു കൂടി തന്നെ 3ആം മെഡലിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു സ്വർണം, ഒരു വെള്ളി, ഒരു വെങ്കലം. അതാണ് സജൻ പ്രകാശിന്റെ ഈ ദേശീയ ഗെയിംസിലെ മെഡൽ നേട്ടം എന്ന് പറയുന്നത്. ഒരുപക്ഷെ കുറെ കൂടി മെഡലുകൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. ഇന്നലെ 2 മത്സരങ്ങളിൽ നിന്ന് സജൻ പിന്മാറിയിരുന്നു. കഴിഞ്ഞ ദിവസവും ഒരു മത്സരത്തിൽ നിന്ന് സജൻ പിന്മാറിയിരുന്നു. ഒരുപക്ഷെ ആ മത്സരങ്ങളിൽ കൂടി സജൻ മത്സരിച്ചിരുന്നെങ്കിൽ മെഡൽ ഉറപ്പായനെ. മെഡൽ നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷേ 3 മത്സരങ്ങളിൽ നിന്ന് സജൻ പല ഘട്ടങ്ങളിലായി പിന്മാറി 3 മെഡലുകൾ നേടുകയും ചെയ്തു. ഒരു മികച്ച പ്രകടനം തന്നെയാണ് അദ്ദേഹം ഇത്തവണയും കാഴ്ചവെച്ചത്. പതിവ് പോലെ തന്നെ ദേശീയ ഗെയിംസിൽ കേരളത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ദേശീയ ഗെയിംസിലെ ഫുട്ബോളിൽ കേരളം സെമി ഫൈനലിൽ പ്രവേശിച്ചു എന്നുള്ളതാണ്. സർവീസസിനെ, നിലവിലെ ചാമ്പ്യന്മാരായ സർവീസസിനെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് കേരളത്തിന്റെ ടീം ഇപ്പോൾ സെമിയിൽ കടന്നിരിക്കുന്നത്. കേരളത്തിനായി ആദിൽ 2 ഗോളും അതുപോലെ തന്നെ ബബിലും ആദിലുമാണ് കേരളത്തിന്റെ ഗോളുകൾ നേടിയത്. തുടക്കത്തിൽ തന്നെ സർവീസസിന്റെ ഗോൾ കീപ്പർ ഗഗൻദീപിന് ചുവപ്പ് കാർഡ് കിട്ടി പുറത്തായിരുന്നു. 10 പേരടങ്ങിയാണ് സർവീസസ് കളിച്ചത്. കേരളത്തിന്റെ ആധിപത്യമാണ് ചാമ്പ്യന്മാർക്കെതിരെ കണ്ടത്. എന്തായാലും വലിയ സന്തോഷമുണ്ടാക്കുന്ന വാർത്തയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു ഹർഷിത ജയറാമിന് ഇന്ന് മെഡൽ ലഭിച്ചില്ല എന്നുള്ളത്. ഹർഷിതയ്ക്ക് ഒരു മെഡൽ നമ്മൾ ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷേ ഹർഷിതയ്ക്ക് ലഭിച്ചില്ല. സൈക്ലിംഗിൽ കേരളത്തിൽ അപ്രതീക്ഷിതം എന്നോണം മറ്റൊരു മെഡൽ ലഭിച്ചിരിക്കുന്നു. സിൽവർ മെഡൽ അദ്വൈത് ശങ്കർ ലഭിച്ചിരിക്കുന്നു. സ്ക്രാച്ച് റേസ് വിഭാഗത്തിൽ 15 കിലോമീറ്റർ സ്ക്രാച്ച് റേസ് വിഭാഗത്തിൽ അദ്വൈത് ശങ്കറിന് സിൽവർ മെഡലും വെള്ളി മെഡലും ലഭിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിന്റെ മെഡൽ വേട്ട തുടരുകയാണ്. ദേശീയ ഗെയിംസിൽ കേരളത്തിന്റെ മെഡൽ വേട്ട തുടരുകയാണ്.